ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചെറുപയർ ചൗരി പായസമാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റും അതുപോലെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയറാണ്. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുപയർ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിനി ഇതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തപ്പോൾ 3.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഈ പരിപ്പൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 3 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷറെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിനി ഇത് അടപ്പൊന്ന് മാറ്റിയിട്ടെടുക്കാം. ചെറുപയറെല്ലാം നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി സ്പൂണ് കൊണ്ട് നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് ഉടച്ചിട്ടെടുക്കണം. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയർ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഞാനിവിടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇതിവിടെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇതിലേക്ക് 1.5 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ നേരത്തെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1.5 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതിവിടെ ശർക്കരയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചവ്വരിയാണ്. ഞാനിവിടെ 1/2 കപ്പ് ചവ്വരി എടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാടിട്ടങ്ങ് വേവിച്ചെടുക്കേണ്ട. നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചവ്വരി ആയതുകൊണ്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ചവ്വരിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 2ാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 2ാം പാൽ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം തേങ്ങ എടുത്തതിന് ശേഷം അതിൽ നിന്നും എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ 2ാം പാൽ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മധുരം കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഒരു 1/2 കപ്പ് പൊടിച്ച ശർക്കരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു മീഡിയം മധുരമേ ഉണ്ടാകത്തുള്ളൂ. ഞാനിവിടെ ടോട്ടൽ 2 കപ്പ് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ആ ശർക്കര എല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതിന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പാണ് തേങ്ങാപ്പാൽ 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വീണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാടിട്ടങ്ങ് തിളപ്പിച്ചെടുക്കണ്ട. 1-ാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നോളും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തിട്ടിടണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതിന് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. തേങ്ങയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇനി അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചൊന്ന് ഗാർണിഷിങ്ങിനായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് നെയ്യോടുകൂടി തന്നെ ആ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വന്നിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.